ഹായ് ഫ്രണ്ട്സ്, PSC അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ടോപ്പിക്ക് കേരളത്തിലെ ജില്ലകൾ രൂപീകൃതമായ ദിവസമാണ്. അപ്പം കേരളം രൂപീകൃതമായത് എന്ന് പറയുന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-ന് മുമ്പ് കേരളത്തിൽ തിരുക്കൊച്ചി സംയോജനം നടന്നു. ആ തിരുക്കൊച്ചി സംയോജന സമയത്ത് 4 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, തൃശ്ശൂർ, അങ്ങനെ 4 ജില്ലകളാണ് തിരുക്കൊച്ചി സംയോജന സമയത്ത്. തിരുക്കൊച്ചി സംയോജന സമയം എന്ന് പറഞ്ഞാൽ 1949 തിരുക്കൊച്ചി സംയോജന സമയത്ത് 4 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂരും. അതിനുശേഷം 1956 നവംബർ 1-ന് കേരളം രൂപീകൃതമായിരുന്ന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നൊരു ജില്ലയും കൂടെ 1956 ആയപ്പോഴത്തേനും വന്നു. 1956 നവംബർ 1 കേരളം രൂപീകൃതമായി. അപ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 57 ആയപ്പോഴത്തേനും 4 ജില്ലകളും കൂടെ രൂപീകൃതമായി. 1957 രൂപീകൃതമായ ജില്ലകളാണ് ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ 4 ജില്ലകൾ രൂപീകൃതമായി. ആ 4 ജില്ലകളിൽ ആദ്യത്തെ 3 ജില്ലകളും ഓഗസ്റ്റ് 17-ന് മുമ്പ് രൂപീകൃതമായാണ്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, ഈ 3 ജില്ലകൾ 1957 ഓഗസ്റ്റ് 17-ന് മുമ്പ് രൂപീകൃതമായ ജില്ലകളാണ്. 1957 ഓഗസ്റ്റ് 17-ന് കണ്ണൂർ ജില്ലയും രൂപീകൃതമായി. അങ്ങനെ 4 ജില്ലകളാണ് 1957 രൂപീകൃതമായത്. അപ്പം ഇത് ഓർത്തു വെക്കാൻ ഒരു കോഡുണ്ട്: ആലപ്പാല കോഴിക്ക് 57 കണ്ണ്. ആലപ്പാല കോഴിക്ക് 57 കണ്ണ്. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, ഈ 4 ജില്ലകളും 57 രൂപീകൃതമായി. അതിനുശേഷം 58 ആണ് എറണാകുളം ജില്ല രൂപീകൃതമായി. 1958 ഏപ്രിൽ 1-നാണ് എറണാകുളം ജില്ല രൂപീകൃതമായത്. PSC എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്: വിഡ്ഢിദിനത്തിൽ രൂപീകൃതമായ ജില്ല ഏതാണ്? വിഡ്ഢിദിനത്തിൽ രൂപീകൃതമായ കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ജില്ല. 1958 എറണാകുളം രൂപീകൃതമായതിനു ശേഷം 1969 ജൂൺ 16-നാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത്. 1969 ജൂൺ 16-നാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത്. ഈ മലപ്പുറം ജില്ല രൂപീകൃതമായ സമയത്ത് കേളപ്പൻ ഒരു സെന്റൻസ് പറഞ്ഞായിരുന്നു: ഒരു കൊച്ചു പാകിസ്ഥാൻ പിറവിയെടുക്കുന്നത്. മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി കേളപ്പൻ പറഞ്ഞതാണ് ഒരു കൊച്ചു പാകിസ്ഥാൻ പിറവിയെടുക്കുന്നത്. അതിനുശേഷം ഇടുക്കി ജില്ല രൂപീകൃതമായതിനു ശേഷം രൂപീകൃതമായത് റിപ്പബ്ലിക് ദിനത്തിലാണ്. ഇടുക്കി ജില്ല രൂപീകൃതമായത് റിപ്പബ്ലിക് ദിനത്തിലാണ്. ഇടുക്കി ജില്ല 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത്. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല രൂപീകൃതമായത്. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല രൂപീകൃതമായത്. 1982 നവംബർ 1-നാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്. പത്തനംതിട്ട ജില്ല രൂപീകൃതവുമായി ബന്ധപ്പെട്ട ഒരു നേതാവാണ് KK നായനാർ. KK നായനാർ പത്തനംതിട്ട ജില്ലയുടെ പിതാവെന്ന് വിളിക്കാറുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ലയാണ് 1984 മെയ് 24 കാസർഗോഡ് ജില്ല. അപ്പോൾ PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്: ഏറ്റവും അവസാനമായി രൂപീകൃതമായ കേരളത്തിലെ ജില്ല ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ്. 1984 മെയ് 24-ന്. താങ്ക് യു.